ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നുള്ളത് വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. വൈരങ്കോട് വലിയ തെയ്യാട്ട് മഹോത്സവം ഫെബ്രുവരി 2026 15 മുതൽ ശനിയാഴ്ച 21 വരെ നടക്കാൻ പോവുകയാണ്. ഈ ഒരു ഭഗവതി വൈരങ്കോട്ട് അമ്മ എന്ന് പറയുന്നത് വലിയ കരുണയുള്ളവളും വരദപ്രദായിനിയും ഭക്തർക്ക് അഭീഷ്ട വരദായിനിയും കൂടിയായിട്ടുള്ള ദേവി കൂടിയാണ്. ദേവി കൊടുങ്ങല്ലൂർ അമ്മയായിട്ടുള്ള ശ്രീ കുരുമ്പ ഭഗവതിയുടെ സഹോദരി കൂടിയാണ്. കൂടാതെ തന്നെ ദേവി ഭാരതപ്പുഴ താണ്ടി പല്ലാർ ദേശത്തു നിന്നുള്ള എത്തുകയും കൂടാതെ തന്നെ രാജാക്കന്മാരെ അരിയിട്ട് വാഴിക്കുവാനായിട്ട് അധികാര സ്ഥാനത്തിരിക്കുന്ന വലിയ ബ്രാഹ്മണ ശ്രേഷ്ഠരായിട്ടുള്ള ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ ഈ ഒരു ഭഗവതിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഭഗവതിയെ ഈ ഒരു ദേശത്ത് വൈരങ്കോട് ദേശത്ത് കുടിയിരുത്തി എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത്. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വലിയ തെയ്യാട്ട് മഹോത്സവത്തിൻ്റെ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഒരു ഉദ്ദേശത്തിൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൂടാതെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും സഹായവും പ്രതീക്ഷിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണാർജുൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. ഇന്ന് രാവിലെ ഏകദേശം ഒരു 8-9 മണിയോടുകൂടിയാണ് ദേവീക്ഷേത്രമായിട്ടുള്ള ശ്രീ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് എത്താൻ സാധിച്ചത്. ദേവി ഇന്ന് വളരെ ചൈതന്യപൂർവ്വം അവിടെ കുടിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കാരണം ദേവി വളരെ സന്തുഷ്ടയാണ്. എന്തെന്നാൽ വലിയ തെയ്യാട്ടും ഈ ചൊവ്വാഴ്ച ചെറിയ തെയ്യാട്ട് നടക്കുകയാണ്. അതിനാൽ ദേവി വളരെയധികം സന്തോഷപൂർവ്വം ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന കാഴ്ച കണ്ട് ആ ഒരു കാഴ്ചയെല്ലാം ക്ഷേത്ര പരിസരവും മറ്റും വീഡിയോ പകർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അവിടെ പോകാനായിട്ട് തോന്നിയത്. അപ്പോൾ അതൊരു വലിയ മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ക്ഷേത്ര പരിസരത്ത് നിൽക്കുമ്പോൾ തന്നെ ദേവിയുടെ ചൈതന്യം അനുഭവപ്പെടുകയുണ്ടായി. കൂടാതെ തന്നെ ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന ആൽത്തറയിൽ കെട്ടിയിരിക്കുന്ന ധാരാളം തീയാട്ട് മഹോത്സവങ്ങൾ കണ്ട ഒരു ദേവീക്ഷേത്രമായിട്ടുള്ള ശ്രീ വൈരങ്കോട് ദേവീക്ഷേത്രം, ആൽത്തറകളിൽ കെട്ടിയിരിക്കുന്ന കുടികൾ, ഇതിൻ്റെ ചൈതന്യം കണ്ട് നിന്ന് മതിമറന്ന് നിന്നുപോയി. ആ ഒരു കാഴ്ചകളെല്ലാം നിങ്ങളെയും കൂടി കാണിക്കാനായിട്ട് ആഗ്രഹം തോന്നിയതിൻ്റെ പേരിൽ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുകയാണ്. ശ്രീ വൈരങ്കോട് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ വളരെയധികം പുരാതനമായ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭഗവതി ക്ഷേത്രം കൂടിയാണ്. മലബാർ ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. വൈരങ്കോട് ദേശത്ത്, മലപ്പുറം ജില്ലയിലെ വൈരങ്കോട് ദേശത്ത് ഏകദേശം ഭാരതപ്പുഴയുടെ തീരത്തോട് ചേർന്ന് തിരുനാവായക്കടുത്തും തിരൂർ ടൗണിനടുത്തും തന്നെയാണ് ഈ ഒരു ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈരങ്കോട് തെയ്യാട്ട് മഹോത്സവം എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 15 ഞായറാഴ്ച മുതൽ 21 ശനിയാഴ്ച വരെ, കൃത്യമായി പറയുകയാണെങ്കിൽ മലയാള കൊല്ലവർഷം 1201 കുംഭം 3 മുതൽ 9 കൂടിയാണ് ഈ ഒരു ഉത്സവം നടക്കുന്നത്. വൈരങ്കോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഈ ഒരു തീയാട്ട് മഹോത്സവം എല്ലാ വർഷവും കുംഭം മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച മരമുറി എന്ന ചടങ്ങോട് കൂടിയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവം ആരംഭിക്കുന്നത്. തുടർന്ന് തന്നെ വരുന്ന ചൊവ്വാഴ്ച ചെറിയ തെയ്യാട്ടും, ബുധനാഴ്ച മരമുറിയും, വെള്ളിയാഴ്ച വലിയ തെയ്യാട്ടും ആഘോഷിച്ചു വരുന്നു. ശനിയാഴ്ച രാവിലെ അരി അളവോടുകൂടി തീയാട്ട് ഉത്സവം സമാപിക്കുകയും ചെയ്യുന്നു. ഈ ഒരു ഉത്സവത്തോട് അനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന അന്നദാനം. വളരെയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ഭഗവതിയുടെ അന്നപ്രസാദം കഴിക്കേണ്ടത് നിർബന്ധമായിട്ടും ഭക്തജനങ്ങളുടെ ഐശ്വര്യത്തിനും മനസ്സിൻ്റെ സന്തോഷത്തിനും കാരണമാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു വൈവിധ്യമാർന്ന കാഴ്ച നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി ആ കാഴ്ചയിലേക്ക് പോകാം.
ഈ ഒരു തെയ്യാട്ട് മഹോത്സവത്തിൽ പ്രധാനമായിട്ടും എത്തുന്ന വഴിപാടുകൾ എന്ന് പറയുന്നത് ധാരാളമായി കാണാറുള്ളത് കാട്ടാള വേഷങ്ങളാണ്. ശ്രീ പരമേശ്വരൻ്റെ കിരാത വേഷത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള കാട്ടാള വേഷമാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വഴിപാടായിട്ട് കൊണ്ടുവരുന്നത്. പലരും ഈ ഒരു വേഷം കെട്ടി അമ്പും വില്ലോടും കൂടി വരുന്ന ഒരു കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. വളരെ ഭക്തി ആദരപൂർവം നോമ്പ് നോറ്റ് വ്രതമെടുത്താണ് ഈ ഒരു വേഷങ്ങളും ഈ ഒരു കാട്ടാള വേഷം കെട്ടി ആളുകൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വഴിപാടായിട്ട് വരുന്നത്. അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. ക്ഷേത്രത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് ചെറിയ തെയ്യാട്ടിനായിട്ട് വരുന്ന വരവുകൾ തന്നെയാണ്. വരവുകൾക്ക് മുന്നോടിയായിട്ടാണ് ഈ കാട്ടാള വേഷങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് വരുന്നത്. ഈ കാട്ടാള വേഷങ്ങൾ കൂടാതെ തന്നെ തിറയും കരിങ്കാളികളും കൂടാതെ തന്നെ വൈക്കോൽ പൂതവും പൂതനും കൊടിവരവുകളും വളരെ വളരെ വൈവിധ്യമാർന്ന വേഷവിധാനങ്ങളോട് കൂടിയിട്ടുള്ള വലിയ വർണ്ണശബളമായിട്ടുള്ള പൊയ്ക്കാളകളും എല്ലാം തന്നെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ തീയാട്ട് മഹോത്സവത്തിൻ്റെ ഒരു ശോഭ എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മാറ്റ് കൂട്ടാനായിട്ട് മറ്റ് വാദ്യഘോഷങ്ങളോടുകൂടി വരുന്ന ബാൻഡ് മേളങ്ങൾ, ചെണ്ട വാദ്യങ്ങൾ, മറ്റ് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് തരം വാദ്യമേളങ്ങൾ, സംഗീത സാമഗ്രികളോടുകൂടി വരുന്ന വരവുകളെല്ലാം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഈ ഒരു തീയാട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഈ ഒരു ശ്രീ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ ഒരു തീയാട്ട് മഹോത്സവം വളരെ വളരെ പ്രാധാന്യമേറിയതും വളരെ ശോഭയേറിയതുമായിട്ടുള്ള ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഉത്സവം തന്നെയായി, ഒരു തീയാട്ട് മഹോത്സവമായി ഭഗവതിക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ടും ഭഗവതിയുടെ ഉത്സവമായിട്ട് കൊണ്ടാടുവാനായിട്ടും നല്ലവരായിട്ടുള്ള നാട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയ മനോഹരമായ കാഴ്ച തന്നെയാണ്. ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ദേവസ്വം അംഗങ്ങളും മറ്റ് സ്റ്റാഫുകളും പൂജാരിമാരായിട്ടുള്ള ശ്രേഷ്ഠ ബ്രാഹ്മണരും മേൽശാന്തിമാരായിട്ടുള്ള തിരുമേനിമാരായിട്ടുള്ള ശ്രേഷ്ഠ ബ്രാഹ്മണരും നമ്മുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായ രീതിയിലുള്ള പൂജകളും ചിട്ടയോടുകൂടിയുള്ള പൂജകൾ നടത്തുന്നതിലൂടെ അവർക്ക് വലിയ രീതിയിലുള്ള അനുഗ്രഹം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി അത്യധികം പ്രയത്നിക്കുന്നു എന്നത് സന്തോഷകരമാണ്. ഇപ്പോൾ നിൽക്കുന്നത് വൈരങ്കോട് ദേവീ ക്ഷേത്രത്തിന്റെ കിഴക്കു ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട്. അന്നദാന ഊട്ടുപുര ഈ ഒരു പരിസരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പം നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഏകദേശം കിഴക്ക് വശത്താണ്. ഇവിടെ തന്നെയാണ് അന്നദാനത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്, അന്നദാനത്തിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പന്തലും അവിടുത്തെ സജ്ജീകരണങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങളെ കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശം മുതൽ സ്ത്രീകൾക്കായും പുരുഷന്മാർക്കായും രണ്ട് തരത്തിലുള്ള നടപ്പന്തലുകൾ ക്യൂ നിൽക്കാനുള്ള ലൈനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് തിക്കും തിരക്കും ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഈ ഒരു അന്നദാനപുരയിലേക്ക് കടക്കാവുന്നതാണ്. കൂടാതെ തന്നെ ഇവിടെ കൈ കഴുകാനും മറ്റുമുള്ള സൗകര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു കൈ കഴുകുന്ന ഈ ഒരു ഭാഗത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വഴി കാണാം. ഈ ഒരു വഴിയിലൂടെ മുന്നോട്ട് അല്പദൂരം നടന്നു കഴിഞ്ഞാൽ ഈ ഒരു അന്നദാനപുരയിലേക്ക് പ്രവേശിക്കാനുള്ള വഴി നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ വളരെ കൃത്യമായിട്ട് തന്നെ അവർ ഈ ഒരു കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് സജ്ജീകരിച്ചിരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും എല്ലാ ഭക്തജനങ്ങളും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് അന്നദാനം കഴിക്കുക, ദേവിയുടെ അനുഗ്രഹം നേടുക. കൂടാതെ തന്നെ വളരെ കൃത്യമായ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൃത്യമായും ആളുകളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു.
നമ്മൾ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അന്നദാനവുമായിട്ട് ബന്ധപ്പെട്ട് അന്നദാനപുരയുമായിട്ട് ബന്ധപ്പെട്ട് ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്ന അനീഷേട്ടനോടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അനീഷേട്ടനെ പരിചയപ്പെടാം. അനീഷേട്ടാ നമസ്കാരം. നമസ്കാരം. അനീഷേട്ടാ, അന്നദാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണ്, എത്ര പേർക്കുള്ള ഇതാണ് കരുതിയിരിക്കുന്നത്? അന്നദാനവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ചയോടുകൂടി ഇന്നലത്തോടുകൂടിയാണ് ഇവിടെ ചടങ്ങ് തുടങ്ങിയത്, മലമുറി ചടങ്ങ്. ഓക്കെ. ഇന്ന് മുതൽ ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ്. ഓക്കെ. അതായത് അതിന് മുന്നോടിയായിട്ട് ചെറിയ ഉത്സവം, അതായത് ചൊവ്വാഴ്ച, വലിയ ഉത്സവം വെള്ളിയാഴ്ച. ഓക്കെ. ഈ എല്ലാ ദിവസങ്ങളിലും അന്നദാനം ഇവിടെ നടത്തപ്പെടുന്നതാണ്. ഓക്കെ. ഓക്കെ. ഏകദേശം പറയുകയാണെങ്കിൽ 10-50,000 പേർക്ക്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഓക്കെ അനീഷേട്ടാ, പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഈ വരവുമായിട്ട് ബന്ധപ്പെട്ട് പുലർച്ചെ എത്ര മണി വരെയാണ് കാര്യങ്ങൾ ഉണ്ടാവുക? ഈ ആദ്യത്തെ ചെറിയ തെയ്യാട്ട് മുതൽ എത്ര മണി വരെ ആയിരിക്കും കാര്യങ്ങൾ ഉണ്ടായിരിക്കുക? ചെറിയ തെയ്യാട്ടിന് ഇവിടെ കാവിത്തിൻ്റെ ചടങ്ങുണ്ട്. ഓക്കെ. അതായത് 4 മണിക്ക് ശേഷമാണ് വരവുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഓക്കെ. അതിന്റെ മുന്നോടിയായിട്ട് കാട്ടാളങ്ങൾ വന്ന് തുടങ്ങും. ഓക്കെ. വരവുകൾ വന്ന് തുടങ്ങിയത് ഏകദേശം 4 മണി മുതൽ ചെറിയ തെയ്യാട്ടിന് 11 മണി 12 മണി ഏകദേശം അവസാനിക്കും. വെള്ളിയാഴ്ച അതേമാതിരി തന്നെയാണ് വരുന്നത്. കാവത്തിൻ്റെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം 4 മണിക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ പുലർച്ചെ 3:30-4 മണി വരെ വരവുകൾ കാട്ടാള വേഷങ്ങളും കാളവേലകളുമായിട്ട് വരവുകളിൽ നിന്ന് വന്നു തുടങ്ങും. അതുവരെയും നമ്മൾ അന്നദാനം കൊടുക്കും. ഓക്കെ. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അനീഷേട്ട ഈ ഒരു കൃഷ്ണാർജുൻ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടും സംസാരിച്ചതിന് വേണ്ടി നന്ദി. അപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരു 2 വാക്ക്. അതായത് നമ്മളെ തെയ്യാട്ട് ഉത്സവമാണ്, എല്ലാവരും പങ്കെടുക്കുക, വിജയിപ്പിക്കുക, മുന്നോടിയായിട്ട് ഭക്ഷണത്തിൽ പങ്കെടുക്കുക, എല്ലാം ഭംഗിയായി നടത്തപ്പെടുക. ഓക്കെ അനീഷേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ. നമസ്കാരം സുഹൃത്തുക്കളെ, ഈ അന്നദാനപുരയുടെ കാര്യങ്ങൾ സജീവമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ സജ്ജരാണ്. അപ്പോൾ അനീഷേട്ടൻ്റെ കൂടെ ശ്രീ സുഭാഷ് ഉണ്ട്, അനീഷേട്ടൻ, സുരേഷ്, കൂടാതെ തന്നെ പേര് രാജേന്ദ്രേട്ടൻ. അപ്പോൾ ഇത്രയും പേര്, ഇത് കൂടാതെ തന്നെ ഒട്ടനവധി പേർ ഇവിടെ സജ്ജമാണ്. അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ അന്നദാനം കാര്യമായിട്ട് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ക്ഷേത്ര പരിസരങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നു. ശ്രീ വൈരങ്കോട് ക്ഷേത്രം പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം കേരളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക മലയാളികൾക്കും അല്ലാത്ത എല്ലാവിധ ആളുകൾക്കും അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ വൈരങ്കോട് ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. ആർക്കും ഈ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തതില്ല. എങ്കിലും എൻ്റെ ഈ ഒരു ചാനലിലൂടെ ഈ ഒരു വീഡിയോ എല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ മഹാഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കുന്നു. ഇതിനിടയിൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ സാധിച്ചു. ഈ മാല കമ്മലുകൾ വിൽക്കുന്ന അമ്മമാർ, അതുപോലെ തന്നെ ഇത്തരം ഉത്സവങ്ങൾ, പ്രധാനമായും ഭഗവതി ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് മുട്ട്, ചാന്ത്, മാല, വള ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന അമ്മമാരെ കാണുവാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പരിസരത്തേക്ക് വരുന്ന സമയത്ത് ഇത്തരം കച്ചവടക്കാരിൽ നിന്നും എന്തെങ്കിലും വാങ്ങുക. തീർച്ചയായിട്ടും അവർക്ക് അതൊരു സഹായകമാവട്ടെ. ആ ഒരു ചൈതന്യം അമ്മയുടെ അനുഗ്രഹമായിട്ട് നിങ്ങളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷം തന്നെയാണ് ഈ ഒരു സമയത്ത് അത്തരം കച്ചവടക്കാരെ കാണുന്നത്. അവർക്ക് ഈ ഒരു സമയത്താണ് അവരുടെ ഒരു ഉപജീവനം നടക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ചും നമ്മൾ ഓർക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഇത് പറയാൻ സാധിച്ചത് തന്നെ വലിയ സന്തോഷമായി തോന്നുന്നു. ഇത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ, ശ്രീ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയാണ്. തെക്കേ ഗോപുരം എന്നാണ് അറിയപ്പെടുന്നത്. വളരെ മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ചിത്രപ്പണികളോട് കൂടിയിട്ടുള്ള ഈ ഒരു തെക്കേ ഗോപുരം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് തന്നെ എനിക്ക് തോന്നി. വളരെ മനോഹരമായ ചിത്രപ്പണികളോട് കൂടിയിട്ടുള്ള ഈ ഒരു ഗോപുരം വളരെയധികം ഭംഗിയുള്ളതാണ്. ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പരിസരത്ത് തന്നെയാണ് ക്ഷേത്രത്തിൽ കലാപരിപാടികൾ നടക്കുന്നതായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു വേദി ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായി തോന്നി. ആ ഒരു വേദിയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ആ വേദി 5ാം ദിവസമായിട്ടുള്ള ചെറിയ തെയ്യാട്ടിൻ്റെ 1ാം ദിനം
എന്ന് പറയുന്നത് രാവിലെ 5 മണിക്ക് തുറന്ന് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ഒരു ദിവസമാണ്. അന്ന് പ്രധാനമായും മരമുറിയാണ് നടക്കുന്നത്. തീയതിയായിട്ടുള്ള ഫെബ്രുവരി 16 തിങ്കളാഴ്ച കുംഭമാസം 4-ാം തീയതി 2ാം ദിനമായിട്ടുള്ള ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ദീപം തെളിയിക്കൽ തുടങ്ങി സാംസ്കാരിക സദസ്സിന് വേദിയൊരുക്കുന്ന ഒരു ദിവസമായിരിക്കും 2ാം ദിനം. 17ാം തീയതിയായിട്ടുള്ള 1ാം ദിനം ചൊവ്വാഴ്ച ചെറിയ തീയാട്ട് മഹോത്സവമായിരിക്കും നടക്കുക. പുലർച്ചെ 4 മണിക്ക് നട തുറക്കുകയും 4:30 ഗണപതി ഹോമം തുടങ്ങി ഒരുപാട് പൂജകൾ നടക്കുകയും 12 മണിയോടുകൂടി തീയാട്ട് കൊള്ളൽ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. വൈകിട്ട് 3:50 കാവ് തീണ്ടലും 4 മണിക്ക് നട തുറക്കലും തുടർന്ന് കുടിവരവുകൾ വരുന്നതായിരിക്കും. 6:15 ദീപാരാധന തുടങ്ങുകയും രാത്രി 9 മണിക്ക് മേലരിക്ക് തീ കൊളുത്തലും ഉണ്ടായിരിക്കുന്നതായിരിക്കും. കുടിവരവുകൾ ഏകദേശം 4 മണിക്ക് തുടങ്ങുമെങ്കിലും ഏകദേശം 12 മണിയോടുകൂടി അത് അവസാനിക്കുന്നതായിരിക്കും ചെറിയ തീയാട്ട് ദിവസം. എന്നിരുന്നാലും 12:45 മുടിയാട്ടം തുടർന്ന് ചുരുക്കപ്പിടുത്തം തുടങ്ങിയ കൽപ്പന, തണ്ണീരുകുടി എന്നീ കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ഈ ഒരു ക്ഷേത്രത്തിലെ ചടങ്ങുകളാണ്. രാത്രി 1 മണിക്ക് തായമ്പക, തുടർന്ന് കനലാട്ടം, 2:45 പടിഞ്ഞാറ് നടയിൽ നിന്നുള്ള എഴുന്നള്ളത്തോടുകൂടി അന്നത്തെ ദിവസത്തെ ചെറിയ തീയാട്ട് മഹോത്സവം സമാപിക്കുന്നതായിരിക്കും. മറ്റ് കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.